ശരി. ശ്രീ മധു മണിമല, ഇവിടെ ഏറ്റവും ഒടുവിൽ ജയചന്ദ്രൻ സാർ പറഞ്ഞു നിർത്തിയതുപോലെ ഭരണസമിതി അംഗങ്ങൾ മാത്രമല്ല ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അകത്തേക്ക് വന്ന ചോദ്യവുമായി മാധ്യമങ്ങൾ സജീവമായി രംഗത്തുള്ള സമയമാണ്. ഇവിടെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ കൃത്യമായ ഇടപെടലും നിരീക്ഷണവും ഉള്ളതുകൊണ്ട് മാത്രമാണ് പുറം ലോകം അറിയാതെ പോയ പല സത്യങ്ങളും വിശ്വാസികളും പൊതുസമൂഹം മുഴുവൻ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ എങ്ങനെയൊരു വിശ്വാസമാണ് ഉള്ളത്? ഇവിടെ ദേവസ്വം മന്ത്രി പറഞ്ഞതിനോട് യോജിപ്പുണ്ടോ? കുറ്റപത്രം വരും ദിവസങ്ങളിൽ ഉണ്ടാകും, അതിലൊരു വ്യക്തത വരും. ഈ ഒരു കേസ് അവസാന ഘട്ടത്തിലാണോ? എന്താണ് താങ്കൾ കരുതുന്നത്? ശ്രീ മധു മണിമല. ലക്ഷ്മി, ഇവിടെ ശ്രീ ജയേന്ദ്ര സാറ് പറഞ്ഞ അഭിപ്രായത്തോട് ഒരു പരിധിവരെ ഞാൻ യോജിക്കുകയാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ഒരു ബോർഡിന്റെ കാലാവധി എന്ന് പറയുന്നത് 24 മാസമാണ്. ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 10 വർഷം കൊണ്ട് 5 ദേവസ്വം ബോർഡുകളെ നിയമിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ, രണ്ടാമത്തെ ദേവസ്വത്തിന്റെ പ്രസിഡന്റായിരുന്ന വാസു, മൂന്നാമത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് അനന്തഗോപൻ സാറ് ഇതിലൊന്നും യാതൊരുവിധ പഴിയും കേട്ടിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ബോർഡിനെ കുറിച്ചോ ആരും തന്നെ യാതൊരുവിധ ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ല. 4ാമത്തെ ബോർഡായിരുന്നു പ്രശാന്തിന്റെ ബോർഡ്. 5ാമത്തെ ബോർഡ് ഇപ്പം നിലവിലുള്ള ബോർഡാണ്. ഈ 5 ദേവസ്വം ബോർഡുകളിൽ 3 ബോർഡിന്റെ അധ്യക്ഷന്മാരും ആ ബോർഡ് ഭരണസമിതിയും ഇപ്പോൾ ഈ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതികളായിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അനന്തഗോപൻ സാറിന്റെ ബോർഡിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായില്ല? ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം അന്ന് വരെ പ്രവർത്തിച്ച രീതി വിട്ട് അദ്ദേഹം തികഞ്ഞ ഒരു ഭക്തനായിട്ടാണ് അദ്ദേഹത്തിന്റെ കാലാവധി മുഴുവൻ അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വരുമ്പോൾ ഒരു ഭക്തൻ എന്ന നിലയിൽ എനിക്ക് ഒട്ടേറെ ആശങ്കകളുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് അദ്ദേഹം ഈ ഭരണം കൊണ്ടുപോകുന്നത്, ഭക്തർക്കുണ്ട ആശങ്ക ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ 100% സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു ഭക്തന്റെ നിലയ്ക്ക് നിന്നാണ് അദ്ദേഹം ദേവസ്വം ഭരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള അഴിമതിക്കും ആരോപണങ്ങൾക്കും ഒന്നും അദ്ദേഹം വശംവദനായില്ല. ഏതൊരു കാര്യവും 1 അല്ല 2 അല്ല 3 വട്ടം ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും മാത്രമേ അദ്ദേഹം തീരുമാനം എടുത്തിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ബോർഡിന്റെ കാലാവധി ഒഴിയുന്ന സമയത്ത് ഈ പുതിയ 4ാമത്തെ ബോർഡ് പ്രശാന്തിന്റെ ബോർഡ് അധികാരമേൽക്കുന്ന സമയത്ത് ഞാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സത്യപ്രതിജ്ഞാ ഹാളിൽ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് പ്രശാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ അദ്ദേഹത്തെയും മെമ്പർ അജിത് കുമാറിനെയും ഞാൻ പൊന്നാട എണീച്ച് ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ബോർഡ് പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ബോർഡിന്റെ കാലാവധി 24 മാസമാണെന്ന് ജയേന്ദ്ര സാർ പറഞ്ഞു. 2 വർഷം. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലാവധി 1 വർഷമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കാലാവധി 1 വർഷമാണ്. തന്ത്രിയുടെ കാലാവധി 1 വർഷമാണ്. മേൽശാന്തിയുടെ കാലാവധി 1 വർഷമാണ്. ഈ സ്ഥിരമായിട്ട് ശബരിമല ഉള്ളത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഈ ഉദ്യോഗസ്ഥർ മാറിയും മറിഞ്ഞും പല തസ്തികളിൽ പല പദവികളിൽ ശബരിമല തുടരും. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് പുനഃപരിശോധിക്കാനും വിവേചന ബുദ്ധിയുടെ കാര്യങ്ങൾ കാണുവാനുള്ള ശേഷിയും ഒരു ഭരണാധികാരിക്ക് ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ സാർ പറഞ്ഞു, എനിക്കേറെ ബഹുമാനവും സ്നേഹവുമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡ്. അദ്ദേഹം സത്യസന്ധമായിട്ട് പെരുമാറിയത് മൂലം അദ്ദേഹത്തിനുണ്ടായ തിക്താനുഭവങ്ങൾ എത്രയാണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കും. കാരണം സത്യം പറയുന്നവർക്ക് സത്യം പ്രവർത്തിക്കുന്നവർക്ക് നിലനിൽപ്പില്ലാത്തൊരു സ്ഥലമാണ് ശബരിമല. ശബരിമലയെ സംബന്ധിച്ച് ഒട്ടേറെ അഴിമതി ആരോപണങ്ങളും മറ്റുമുണ്ട്, നിലവിലുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും ആവേശത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ തിക്തഫലം ഉണ്ടാകും എന്നുള്ള കാര്യം കൊണ്ട് ഞാനൊരല്പം പുറകോട്ട് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ ചർച്ചയ്ക്കുള്ള വിഷയം പ്രശാന്ത് അറസ്റ്റിലായ പ്രശാന്തിന്റെ തുടക്കം, അതായത് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി ശബരിമലയിൽ വന്നപ്പോൾ തന്നെ പ്രശാന്തിന് ചുറ്റും ഒരു അനുചര വൃന്ദം അടുത്തുകൂടി. പല ഉദ്യോഗസ്ഥരും അല്ലെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന പല ആൾക്കാരും പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ അപ്പാടെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഉപജാപക വൃന്ദത്തിന്റെ തടവറയിൽ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ തിക്തഫലം അദ്ദേഹത്തിനുണ്ടായത്. കാരണം വെട്ടിത്തുറന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പല ആരോപണങ്ങളും ജയേന്ദ്ര സാർ പറഞ്ഞ പോലല്ല, പല ആരോപണങ്ങളും അദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളും ഉണ്ട്. പക്ഷെ ശബരിമല സംബന്ധിച്ചൊരു വിഷയമായതുകൊണ്ട് ഇത്തരം ഒരു ചർച്ചയിൽ അത് തെളിവ് നിരത്തി പറയുക ശരിയില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്കും വരാം സാർ.